പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ ഹരിത ഹരിബാബു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ വേനൽ കടുക്കുന്ന ഒരു സമയമാണ്. ചൂട് കൂടുന്നത് കാരണം പലർക്കും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചിലർക്കൊക്കെ ആണെങ്കിൽ ശരീരത്തിൽ ഇങ്ങനെ തീപ്പൊള്ളൽ പോലെ വരും, ചിലർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, അല്ലേ, തളർച്ച, അങ്ങനെയുള്ള കുറേ അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. പലരും പുറത്ത് ഈ വെയിലത്ത് പണിയെടുക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഈ സമയത്ത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അങ്ങനെയുള്ളൊരു സമയം, അതായത് രാവിലെ ഒരു 11-12 ശേഷം അത്രയും സമയം, ഒരു 3 മണി വരയ്ക്കും വെയിലത്ത് ജോലി ചെയ്യുന്നവര് ആ ജോലി ഒഴിവാക്കണം എന്നും പറയുന്നുണ്ട്, പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ചൂട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ കാലത്തേക്കാൾ ഇപ്പൊ ചൂട് കൂടുതലാണ്, അല്ലേ ഡോക്ടർക്ക്? അങ്ങനെ തോന്നിയിട്ടില്ല? അതെ. ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും ഉയർന്നു വരുന്ന ചൂട് കൊണ്ടും ആഗോളതാപനം കൊണ്ടും ഒക്കെ ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥയെ ഭയങ്കരമായി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളരെയധികം വ്യതിയാനപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കാനായിട്ട് ആയുർവേദത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യരുടെ ഏറ്റവും ബലം കുറയുന്നൊരു കാലമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. ആയുർവേദത്തിന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ പറയുന്നത് തന്നെ ശാരീരികവും മാനസികവുമായത് ഒരുപോലെ നിലനിർത്തിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് വേനൽക്കാലം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ തന്നെ ആയുർവേദത്തിൽ വേനൽക്കാല ആരോഗ്യ സംരക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നേ ഉള്ളൂ. എന്നാലും ഈ ചൂട് കാലാവസ്ഥ ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത് കൊണ്ട് പരിമിതമാണ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ. എന്നാലും നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ രോഗബാധകളൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ചൂടുകാലത്ത് രോഗങ്ങൾ അധികം വരുന്നു എന്നുള്ളത് കൊണ്ടോ മറ്റോ ആണ് വേനൽ അവധി, അല്ലേ? കുട്ടികൾക്ക് സ്കൂളുകൾക്ക് അവധി കൊടുത്ത് മഴക്കാലം ആകുമ്പോഴേക്കും സ്കൂൾ തുറക്കുന്നു. അതെ. പകർച്ചവ്യാധികളൊക്കെ വരുന്നത് ഈ സമയത്താണ് കൂടുതലും തോന്നുന്നു. അതെ. ഇപ്പൊ നമ്മള് അമിതമായ നഗരവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ ഖരമാലിന്യത്തിന്റെ തോത് വളരെയധികം കൂടുന്നുണ്ട്. പിന്നെ അതിന്റെ അശാസ്ത്രീയമായ സംസ്കരണവും ഭയങ്കര വലിയ രീതിയിൽ അതിനെ ബാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് സംസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അതെല്ലാം കൂടെ സംഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിങ്ങിലേക്കാണ് പോകുന്നത്. ആഗോള താപനമാണ് വലിയൊരു കാരണം. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ തുടക്കത്തിലേ റെസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രതിരോധിക്കണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. അപ്പൊ സൂര്യതാപം കൂടുമ്പോൾ നമുക്ക് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ജലജന്യ രോഗങ്ങൾ വരുന്നുണ്ട്. വയറിളക്കം, ഛർദി, പനി, മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നേത്രരോഗം, ശ്വാസകോശ രോഗം, ശിരോരോഗം, വൃക്ക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങളൊക്കെ മുതിർന്നവരെക്കാളും കുഞ്ഞു കുട്ടികൾക്കാണ് വളരെയധികം കണ്ടുവരുന്നത് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് വേനൽക്കാല അവധി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് അത് ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ നഗരവൽക്കരണത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെയും കൂടെ ആവശ്യമാണ് ജീവിത രീതി ഉയർത്തുക എന്നുള്ളത്. അതുപോലെ ഖരമാലിന്യത്തിന്റെ സംസ്കരണം ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഖരമാലിന്യങ്ങളുടെ തോത് കുറയണം. ശാസ്ത്രീയമായ രീതിയിൽ അതിനെ സംസ്കരിച്ച് എങ്ങനെയാണ് പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിച്ചാൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സയൻസ് ഫെസ്റ്റിനും അങ്ങനെ. അതൊക്കെ ഭയങ്കര നല്ല കണ്ടുപിടുത്തങ്ങളാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ അല്ലെങ്കിൽ ആഗോളതാപനത്തിനെ നമുക്ക് പ്രതിരോധിക്കാം. ഇപ്പൊ പ്രകൃതിയിൽ ഇപ്പൊ നമ്മൾ ഭൂമിക്കൊരു കുട എന്ന് പറഞ്ഞ പോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക, വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വനവൽക്കരണം, അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ നമ്മള് ശ്രമിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ ഈ ചൂട് കുറയ്ക്കാനും. അതെ. പണ്ട് പറയുമായിരുന്നു, ഒരു അരയാല്, ഒരു വേപ്പ്, ഒരു പേരാല്, 10 പുളി, 3 വളാർ മരം, 3 കൂവളം, 3 നെല്ലി, 5 മാവ് ഇവ നട്ടു വളർത്തുകയും ഒരു കുളമെങ്കിലും കുഴിപ്പിക്കുകയും ചെയ്യുന്നവന് മാത്രമേ എന്നും നന്മകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് വൃക്ഷ ആയുർവേദത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു സന്ദർഭമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മുറ്റത്ത് നടുന്ന ഒരു തൈയാണ് ആഗോള കാലാവസ്ഥയുടെ താളത്തെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് കോട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് വീട്ടിൽ കുറെ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് തണല് മാത്രമല്ല, അത് ഒരു ഫലവൃക്ഷമായാല് അതെ. അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിച്ച് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് തുടങ്ങിയാൽ മാത്രമേ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പം ആയുർവേദത്തിൽ ഇതിങ്ങനെ പറയുന്നത് ഞാനൊന്ന് എടുത്തു പറയാണ്. അന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അത് വീണ്ടും തിരിച്ചറിഞ്ഞു വരുന്ന സമയമാണ്. പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ അകലും തോറും ആരോഗ്യം കുറയാനുള്ള സാധ്യത കൂടാണല്ലോ. അതിനെ ഒന്ന് സഹായിച്ചാൽ മതി. ആ പ്രകൃതിയിൽ നിന്ന് അകലാതെ നമ്മൾ കുറച്ചും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിക്കൊരു കുട പോലെയുള്ള പ്രോജക്ട്സ് അവിടെയാണ് ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. പിന്നെ ആയുർവേദം ഒരു ആരോഗ്യ രക്ഷാക്രമം എന്നതിന് പുറമെ എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. അപ്പം നമ്മളൊരു പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് പ്രകൃതിയെ കുറച്ചും കൂടി അവലംബിച്ചിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ആയുർവേദം നമ്മളോട് ഇങ്ങനെ നിഷ്കർഷിക്കുന്നത്. അപ്പൊ അത് ചെയ്യണം. പിന്നെ ഇതിൽ നിന്ന് അകലാതെ
കൂടാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞാൽ തണുത്ത പദാർത്ഥങ്ങള് പാനീയങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോ ഈ തൊണ്ട പ്രശ്നത്തിലാവും. അതെ, തൊണ്ടവേദന, ചുമ, ഇൻഫെക്ഷൻസ് കൂടുതൽ വരുന്നുണ്ട്. അതെ അതെ. അതോടനുബന്ധിച്ചിട്ട് പനി, ജലദോഷം. അതെ. നമുക്കൊരു ടെൻഡൻസി ഉണ്ടല്ലോ ഈ ചൂട് കൂടുമ്പോൾ ഒരു ഇത്തിരി തണുപ്പ് കഴിക്കാൻ. അതെ, ഐസ്ക്രീം കഴിക്കുക, ഐസ്ക്രീം അതുപോലെ തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കുക. അങ്ങനെ നമുക്കിപ്പോ ഒരു അസുഖം വരുമ്പോൾ അതിനെ ഒരുപാട് ഗുരുതരമാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ബാധിച്ച രോഗം ഗുരുതരമാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് വേനൽക്കാലത്ത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാലാവസ്ഥയ്ക്ക് യോജ്യമായ ആഹാരം കഴിക്കുക, കുട്ടികൾക്ക് സമയാസമയങ്ങളിൽ ഔഷധങ്ങൾ കൊടുക്കുക, ഈ ഔഷധങ്ങൾ പോലെയുള്ള ആഹാരങ്ങളും കഴിക്കുക. ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് ഔഷധയോഗ്യമാക്കി കഴിക്കുക എന്ന് പറയും. അതെങ്ങനെയാണ്? അതായത് നമ്മളിപ്പോ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ താളിച്ചുണ്ടാക്കുക, കടുകിട്ട് താളിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഔഷധ ഗുണം വരുന്നുണ്ട്. അതുപോലെ ചൂട് സമയത്ത് ചൂടുവെള്ളം കുടിക്കുന്നത് ആക്ച്വലി നല്ലതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ ഉഷ്ണം ശാന്തി. അത് എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് വിരുദ്ധാഹാരങ്ങളുടെ തോത് കൂട്ടാതിരിക്കാനാണ്. അത് ചൂട് സമയത്ത് തണുത്ത വെള്ളം കുടിക്കുന്നത് ഭയങ്കരമായി നമ്മുടെ വിരുദ്ധാഹാരം അല്ലെങ്കിൽ ഒരു വിരുദ്ധതയെ അവിടെ ഉത്തേജിപ്പിക്കും. അങ്ങനെ വിരുദ്ധത ആയിരിക്കരുത് അവിടെ വരേണ്ടത്. നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഭയങ്കര ചൂടത്തുനിന്ന് നമ്മൾ നേരെ വന്ന് തണുത്ത വെള്ളം കുടിക്കുന്നത് ഭയങ്കരമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഉച്ചയ്ക്കുള്ള വെയിൽ കൊള്ളുമ്പോൾ തന്നെ സൂര്യതാപം ഉണ്ടാവുന്നുണ്ട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മൾക്കാണെങ്കിലും. ആ സമയത്ത് നമ്മൾ എരിവ്, പുളി, ഉപ്പൊക്കെ ഒരുപാട് കഴിക്കുമ്പോഴും ഇതിനെയൊക്കെ ട്രിഗർ ചെയ്യുവാണ്. അപ്പം ഇതിന്റെ കൂടെയാണ് നമ്മൾ തണുത്ത കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ എ സിയിലാണ് നേരെ പോയിരിക്കുന്നത്. അപ്പോൾ എ സി ഒക്കെ പ്രോപ്പറായിട്ട് സർവീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ സ്ഥിരമായ ജലദോഷം വരും, സ്ഥിരമായ തൊണ്ടവേദന വരും, ഒച്ചയടപ്പ് വരും, തുമ്മൽ വരും, പനി വരും. ഇത് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കിൽ വരുന്ന പല കുട്ടികൾക്കും ഇതൊക്കെയാണ് അസുഖങ്ങൾ. ഇടവിട്ടുള്ള ചുമ, പനി, തുമ്മൽ, ജലദോഷം. കാരണം അന്വേഷിച്ചു പോകുമ്പോൾ അവർ എ സി സർവീസ് ചെയ്യുന്നതിന്റെ തോത് കുറവാണ്, കാലങ്ങളോളം ഉപയോഗിക്കുന്നു, വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യുന്നില്ല, ഫ്രിഡ്ജ് സർവീസ് ചെയ്യുന്നില്ല. ഇതൊക്കെ അണുവിമുക്തമാക്കാതിരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും, മുതിർന്നവർക്കും ഉണ്ടാകും. കുട്ടികളെ കുറച്ചും കൂടെ പെട്ടെന്ന് അത് അഫക്ട് ചെയ്യും, കാരണം ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നാൽ തന്നെ അതിനെ ഗുരുതരമാക്കാതിരിക്കാൻ വേനൽക്കാലത്ത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ അവസ്ഥകളിലേക്ക് പോകും. അപ്പം തണുത്ത സമയത്ത് നമ്മൾ ഒരുപാട് തിളച്ച വെള്ളം അല്ലെങ്കിൽ അങ്ങനെ കുടിക്കാതെ നമ്മൾ ഒരു വാം വാട്ടർ ആണല്ലോ, ചെറിയ ഇളം ചൂടുവെള്ളം കുടിക്കാനാണ് മഴക്കാലത്ത് പോലും പറയുന്നത്. അതുപോലെ ചൂട് കാലത്ത് നമ്മൾ ഇളം ചൂടുവെള്ളം തന്നെ കുടിക്കുക. അതായത് എപ്പോഴും ഒരു മിതത്വം നിലനിർത്തുക എന്നുള്ളതാണ്. ഐസ്ക്രീം കഴിക്കാതെ, തണുപ്പ് കഴിക്കാതെ. ഇപ്പോൾ വളരെയധികം ചൂടത്തുനിന്ന് കയറി വരുന്ന ഒരാൾ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ തന്നെ നേത്രരോഗങ്ങൾ വരുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ശാലക്യതന്ത്രം എന്നൊരു ശാഖയുണ്ട് ആയുർവേദത്തിൽ. അതിൽ നേത്രരോഗത്തിന്റെ നിദാനം, അതായത് നേത്രരോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണത്തിൽ പറയുന്നത് ചൂടത്തുനിന്ന് നമ്മൾ നേരെ കയറി വന്ന് ഇങ്ങനെ തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും സേവിക്കും, തലയിൽ ഒഴിക്കുക, കണ്ണ് കഴുകാം, തണുത്ത വെള്ളം കുടിക്കാം. ഇങ്ങനത്തെ കുറെ കാരണങ്ങളാണ് നേത്രരോഗങ്ങളുടെ ബേസിക് നിദാനമായിട്ട് പറയുന്നത്. ഇവിടെയും അത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി ചെയ്താലേ പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു അസുഖം വന്നു, ഇത് എന്താണെന്ന് മനസ്സിലാക്കൽ ആദ്യമേ നടക്കണം. തുടക്കത്തിൽ അതിനെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യന്റെ നിർദ്ദേശാനുസരണം നമുക്ക് മരുന്നുകൾ കഴിക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ അത്രയും അതിന്റെ ഒരു ഇത് കുറയ്ക്കാൻ പറ്റും, അതിന്റെ ഒരു തോത് അല്ലെങ്കിൽ ആ രോഗത്തിന്റെ ഒരു അവസ്ഥയെ കുറയ്ക്കാൻ പറ്റും. പൂർവ്വരൂപം, അതായത് ആയുർവേദത്തിൽ പൂർവ്വരൂപം എന്ന് പറയും. പ്രീമോണിറ്ററി സിംറ്റംസ് ഉണ്ട്. ചില അസുഖങ്ങൾ നമുക്ക് വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന കുറെ ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളെ ഒക്കെ നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. അപ്പം അങ്ങനെ പകർച്ചവ്യാധികളെ കുറിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നമ്മൾ വളരെ നല്ല രീതിയിൽ അറിവ് പകർന്നു കൊടുക്കാറുണ്ട്. അതും ഇതിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിലെ മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് ചികിത്സയെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഡോക്ടർ പകർച്ചവ്യാധികളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് വരുന്നത് മുണ്ടിനീര്, ചിക്കൻ ബോക്സ്, പിന്നെ വരുന്നത് നമ്മൾ വെള്ളം, ശുദ്ധജലം ഉപയോഗിക്കാതെ ഉണ്ടാവുന്ന കുറെ അസുഖങ്ങൾ. അതായത് ഇപ്പോ വരളക്കം, ഛർദി പോലെയുള്ള. പ്രത്യേകിച്ച് ഇപ്പൊ ആളുകൾ കൂടുതലും ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ എപ്പോഴും അവർക്ക് കിട്ടുന്ന ഫുഡ് നന്നായിരിക്കണം എന്നില്ല, പഴകിയതാവാം, ചിലപ്പോൾ അതിൽ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാം, ശുദ്ധമല്ലായിരിക്കാം, കണ്ടാമിനേറ്റഡ് വാട്ടർ ആയിരിക്കാം, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ വയറും പ്രശ്നത്തിലാവും. ഇത്തരം പകർച്ചവ്യാധികൾ വരുമ്പോ തടയാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആയുർവേദത്തിലൊരു ഷഡംഗ പാനീയം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പം ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ് ഈ വേനൽക്കാലത്ത്. കുമിളകൾ പൊന്തുക, ബോഡി ടെമ്പറേച്ചർ കൂടുക, ചൊറിച്ചിലുണ്ടാവുക, ഇത് മൂന്നുമാണ് ഇതിന്റെ ബേസിക് സിംറ്റംസ്. അപ്പൊ ഈ ചൊറിച്ചിലിന് നമുക്ക് വേപ്പിലയിട്ട് വെള്ളം തിളപ്പിച്ച് ആറി നമുക്ക് കുളിക്കാവുന്നതാണ്, കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെ ആണെങ്കിലും. അതുപോലെ ത്വക്ക് രോഗങ്ങൾ, ഏത് ത്വക്ക് രോഗം വന്നാലും നമുക്ക് ആ ത്വക്ക് രോഗത്തിന് വേണ്ട പ്രതിവിധി എന്ന് പറയുന്നത് രക്തശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉള്ളിലാണ് മരുന്ന് കഴിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രക്തശുദ്ധി സംബന്ധമായ രക്തശുദ്ധിക്ക് സഹായിക്കുന്ന തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ
മരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദ ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഔഷധങ്ങളാകുന്ന ആഹാരങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്. പനി എന്തായാലും ഉണ്ടാകും, ബോഡി ടെമ്പറേച്ചർ കൂടുന്നു, പനി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടത് ദഹനശക്തി കൂട്ടുക എന്നുള്ളതാണ്. പനി എന്ന് പറയുന്നത് ആമത്തിൽ നിന്നുണ്ടാവുന്നതാണെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും റിപ്പോർട്ട്സ് നോക്കുമ്പോഴും ഒക്കെ ദഹനശക്തിയാണ് ഇതിനെ ബേസിക്കലി ഏറ്റവും ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ. അപ്പം ദഹനശക്തി കൂട്ടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കുക. അപ്പോൾ തന്നെ വയറ് നേരെയാവും. വയറ് ശരിയാവുമ്പോഴാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ശരിയാവുക. അപ്പോൾ ചിക്കൻ പോക്സ്, ഈ പറയുന്ന സ്കിൻ ഡിസീസസ്, പനി, ഇതിനെല്ലാത്തിനെയും നമുക്ക് ദഹനശക്തി കൊണ്ട് തന്നെ നേരിടാൻ സാധിക്കും. ദഹനശക്തി, രക്തശുദ്ധി, ഇത് കഴിയുമ്പോൾ നമുക്കൊരു ഷഡംഗ പാനീയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ കൊടും ചൂടിൽ ഉണ്ടാകുന്ന പനിക്ക് കൊടുക്കുന്ന ഒരു പാനീയമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം ഇത്രയും ഇട്ടിട്ട് വെള്ളം ചൂടാക്കി വെള്ളം ആരിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്കത് വെറുതെ വീട്ടിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കണമെന്നില്ല. ആയുർവേദത്തിൽ പരാമർശിക്കുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ പതിമുഖം തിളപ്പിക്കുന്നത് പോലെ തന്നെ വെള്ളം ചൂടാക്കി കുട്ടികൾക്ക് ആരിച്ച് കൊടുത്താൽ മതി. കുടിവെള്ളം പോലെ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അളവൊന്നും നോക്കണ്ട. അളവൊക്കെ നോക്കുന്നത് നിഷ്കർഷിക്കുന്നുണ്ട് ആയുർവേദത്തിൽ. പക്ഷെ അത്രയും പോയില്ലെങ്കിൽ പോലും വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയ രീതിയിൽ ഞാൻ പറയുന്നത്. അതായത് മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പിടകപ്പുല്ല്, രാമച്ചം ഇത്രയും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ആറി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുക, മുതിർന്നവർക്കും കുടിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇങ്ങനത്തെ വേനൽക്കാല രോഗങ്ങൾ, വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പനി, പിന്നെ കണ്ണിന് അസുഖങ്ങളിലെ കണ്ണുനീര്, കണ്ണിന് വീക്കം, കണ്ണുദീനം എന്നൊക്കെ പറയുന്ന ഇതെല്ലാം കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്, കണ്ണിൽ കേടെന്നൊക്കെ പറയും ഓരോ നാട്ടില്. പിന്നെ കൺപോളകളിൽ വീക്കം വരും, നീർവീക്കം വരും. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ കണ്ണിനുള്ളിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന അർജുനം എന്ന് പറയുന്ന അസുഖം ഉണ്ട് ആയുർവേദത്തിൽ. അത് പക്ഷേ ക്ഷതങ്ങളൊക്കെ ഏൽക്കുമ്പോഴാണ് കൂടുതലും. അമിതമായി തിരുമ്മുമ്പോൾ, ഈ ചൂട് കാരണം നമ്മൾ ശക്തിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചൂടത്ത് നിന്ന് നമ്മൾ പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ തണുത്ത വെള്ളം കണ്ണിലേക്ക് ശക്തിയായി ഒഴിക്കുമ്പോൾ അങ്ങനെ ക്ഷതങ്ങൾ വരാം. അങ്ങനെയും കണ്ണിനുള്ളിൽ ഹെമറേജ് പോലെ ചെറിയ ഞരമ്പുകൾ, കണ്ണിനുള്ളിലെ ചെറിയ ഞരമ്പുകൾ പൊട്ടിയിട്ടാണ് അത് വരുന്നത്. അപ്പൊ അതിന് ചുമന്ന് കിടക്കും കണ്ണിനുള്ളിൽ, നമ്മുടെ സ്ക്ലെറയുടെ ഉള്ളിൽ. അപ്പൊ അതിനൊക്കെയും ഈ പറയുന്ന പ്രതിവിധികൾ നമ്മൾ ചെയ്യുക. പിന്നെ നേരെ ചൂട് കാലത്ത് പുറത്തുപോയി നേരെ വന്ന് ഒരിക്കലും തണുത്ത വെള്ളത്തിൽ മുഖം കഴുകരുത്. അങ്ങനെ ചെയ്യുകയേ അരുത്. എല്ലാം ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ചിക്കൻ ബോക്സിന്റെയും അങ്ങനത്തെ ഇടങ്ങളിൽ നമ്മളെ കുറച്ച് മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. എങ്ങനെയൊക്കെ ആയാലും വന്നവർക്ക് പോലും വീണ്ടും വരുന്നുണ്ട് ചിക്കൻ ബോക്സ് ഒക്കെ. നമ്മളെ തന്നെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക അങ്ങനത്തെ ഇടങ്ങളിൽ നിന്ന്. ഈ ചിക്കൻ ബോക്സ് പണ്ട് വന്നവർക്ക് വീണ്ടും വരുന്നത് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പലർക്കും വരുന്നുണ്ട്. വീണ്ടും വെയിലത്ത് പോകുമ്പോൾ പുറത്തും നെഞ്ചത്തും ഒക്കെ ഇങ്ങനെ പോളകൾ പോലെ ഇങ്ങനെ പൊള്ളി വരിക. അതെ, ഇതെല്ലാം കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും അന്തരീക്ഷ താപനിലയുടെ ക്രമാതീതമായ വർധനവ് മൂലം വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ബലം കുറയുന്നു, കുട്ടികളുടെ ശരീരബലം കുറയുന്നു, മുതിർന്നവരുടെ ശരീരബലം കുറയുന്നു. അപ്പൊ നമ്മുടെ ദഹനശക്തി കുറയുന്നു. അപ്പൊ ബോഡിക്ക് നമ്മളെ ഇതിനെതിരെ പ്രതിരോധിച്ച് നിർത്താനുള്ളൊരു ശക്തി നഷ്ടപ്പെടുകയല്ലേ. അതുകൊണ്ട് ഇതിങ്ങനെ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ജലാംശം കൂടുതലുള്ള പഴങ്ങൾ, ജലാംശം കൂടുതലുള്ള ആഹാരങ്ങൾ, പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ, തണ്ണിമത്തൻ, മാങ്ങ, കക്കിരിക്ക, വെള്ളരിക്ക, ചക്ക, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ കൊത്തമല്ലി, രാമച്ചം, പതിമുഖം, നന്നാരി വളരെ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. നമുക്കിപ്പോ നന്നാരിക്ക് വേറെ പേരുണ്ട്, നറുനീണ്ടി എന്ന് പറയും. നറുനീണ്ടി ഇട്ട് തിളപ്പിച്ച ആ വെള്ളം ആറി കഴിഞ്ഞിട്ട് കുടിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ഗർഭാശയ രോഗങ്ങളുടെ സാധ്യത വരെ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് ശരീര താപനിലയുടെ ക്രമാതീതമായ വർധനവ് മൂലമാണ് സ്ത്രീകൾക്ക് പീരീഡ്സിലുള്ള വ്യതിയാനം, ഓവുലേഷനിലുള്ള വ്യതിയാനം, കൺസെപ്ഷൻ ബുദ്ധിമുട്ടാവുന്നത്. ഇതിനെല്ലാം ഒരു പരിധി വരെ നമുക്ക് നന്നാരി ഇട്ട വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. ചന്ദനം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ രാമച്ചം, പതിമുഖം അതൊക്കെയാണ് ഇടുന്നത്. ഇതൊക്കെ പൊടിച്ചൊരു മൺപാത്രത്തിൽ ശേഖരിച്ചിട്ടായിരുന്നു പണ്ടുള്ളവര് കുടിക്കുന്നത്. കൂജകളിൽ ഇട്ട് വെക്കുന്ന വെള്ളം തണുപ്പിച്ച്, നമുക്ക് ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ എപ്പോഴും ഒരു അന്തരീക്ഷ താപനിലയുടെ അതേ തോതിൽ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചൂട് അല്ലെങ്കിൽ വെള്ളം വെക്കുന്നത് ആ ഒരു തണുപ്പ് അങ്ങനെ നിലനിൽക്കുമല്ലോ. ഫ്രിഡ്ജിൽ പോകുമ്പോൾ കുറച്ചും കൂടെ വേറെ ഒരു ടെമ്പറേച്ചർ അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാവുന്നതാണ്. നന്നാരി വെറുതെ കുടിക്കാനും നല്ലതാണ്. നന്നാരിയുടെ സിറപ്പ് അല്ലെങ്കിൽ സത്ത് കിട്ടും. അത് ഒരടപ്പ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് എല്ലാ ദിവസവും കുടിക്കുന്നത് സ്ത്രീകൾക്കും വളരെ നല്ലതാണ്. അത് വെള്ളത്തിൽ കലർത്തിയാണോ? അതെ, മധുരം ഒന്നും ചേർക്കാതെ ഒരടപ്പ് സത്ത് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിക്കുക, കലർത്തുക. രാവിലെയും വൈകുന്നേരവും കുടിക്കുന്നത് ബോഡി ടെമ്പറേച്ചർ നന്നായിട്ട് കുറയ്ക്കും. ഡോക്ടർ ഇപ്പൊ പറഞ്ഞപ്പോ ഈ മെനപ്പോസ് ആ അവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് ഇത് വളരെ നല്ലതാണ്. മെനോപോസിൽ കൊടുക്കുന്ന
കൊടുക്കുന്ന പല മരുന്നുകളുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തന്നെ നറുനീണ്ടി ഉണ്ട് അതിൽ. നമ്മുടെ മാനസിക നിലയും വളരെയധികം സഹായിക്കുന്നുണ്ടാവും ഈ പറയുന്ന നറുനീണ്ടി കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ മെനോപോസിന്റെ കുറെ ടാബ്ലറ്റ്സ് ഉണ്ട്. നമ്മൾ ആ പറയുന്ന പോസ്റ്റ് മെനോപോസ്റ്റൽ സിൻഡ്രോം എന്നൊരു അസുഖമുണ്ട്. വീട്ടമ്മകളെയാണ് കൂടുതലായിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത്. അവർക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നന്നാരി കൊടുക്കുമ്പോൾ, ഈ നന്നാരിയുടെ റിസർച്ച് ഉണ്ടായിരുന്നേ, അതിൽ നമ്മൾ കണ്ടുവന്നത് ഇവരുടെ ശാരീരിക മാനസികമായ നില വളരെയധികം മെച്ചപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ആയുർവേദത്തിൽ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചെടിയാണ് നന്നാറി എന്ന് പറയുന്നത്. അത് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. ഈ പറയുന്ന സത്ത്, നറുനീണ്ടിയുടെ സത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാകും. കുറച്ച് മധുരമൊക്കെ ഉള്ളതാണ്. ഒരു രാവിലെയും വൈകിട്ടും അവരത് സമ്മർ ഡ്രിങ്ക് പോലെ കുടിച്ചോളും. അങ്ങനെ നമ്മുടെ ശരീര താപനില കുറയ്ക്കാൻ അത് സഹായിക്കും. നമ്മൾ ഇലക്കറികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ? എല്ലാ സമയത്തും ഇലക്കറികൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല. മഴക്കാലത്ത് നമ്മളൊന്ന് അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇലക്കറികളെക്കാളും നമ്മൾ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ജലാംശം കൂടുതലുള്ള പഴങ്ങൾ, തണ്ണിമത്തൻ പോലെയുള്ള പഴങ്ങൾ, ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള മാങ്ങ, സീസണൽ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. കക്കിരിക്ക, വെള്ളരിക്ക, ചക്കയൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ അത് കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ അതാത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പഴങ്ങൾ അതാത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പോലെ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ കുട്ടികളുടെ ശരീര ബലം നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. അവർക്ക് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അവരുടെ ഗട്ട് എങ്ങനെയാ നോക്കുക. സമയങ്ങളിൽ അവർക്ക് വയറിന് അതെ കഴിക്കാം. ഒരുപാട് മാങ്ങ കഴിക്കുമ്പോൾ ചില കുട്ടികളുടെ വയറിന് പ്രശ്നമാവുന്നുണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്ന മാങ്ങയുടെ പ്രശ്നമാണ്. ഇപ്പൊ പേരയ്ക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പൊ ചിലർക്ക് പൈനാപ്പിൾ, മാങ്ങ അതൊന്നും വയറിന് പിടിക്കണമെന്നില്ല. ചിലരുടെ ഗട്ട് അങ്ങനെയായിരിക്കും. അത് നോക്കിയിട്ട് മാത്രം കൊടുത്താൽ മതിയെന്നാണ്. ദിനചര്യ, ഋതുചര്യ, ആഹാര രീതി ഇതൊക്കെ സംബന്ധിച്ച ചികിത്സ ചെയ്യുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. ആയുർവേദം എപ്പോഴും ഒരു ദിനചര്യ പോലെയാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പോഴത്തെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 34% കുട്ടികളുടെ രോഗങ്ങളും വായുമലിനീകരണം, ജലമലിനീകരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കുട്ടികളെ മാസ്ക് ഇടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവരെ നമ്മൾ സംരക്ഷിക്കുക, നമ്മളും അതെ. പിന്നെ പറഞ്ഞ മാനസിക നില വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആയുർവേദത്തിൽ വാതപിത്ത കഫങ്ങൾ എന്ന് ത്രിദോഷമുണ്ട്. അതിൽ പിത്ത പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ മാനസിക നിലയൊക്കെ വളരെയധികം ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ കൊടുക്കണം. ശരീരം തണുപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യേണ്ടത്. അത് ഉള്ളിൽ നിന്നാണ് തണുപ്പിക്കേണ്ടത്. നമ്മൾ തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ പറയുന്ന നറുനീണ്ടി പോലെ, ചന്ദനം പോലെ, രാമച്ചം പോലെയുള്ള ദ്രവ്യങ്ങളുണ്ട്. ശീതപ്രകൃതമുള്ള, ശീതഗുണമുള്ള ചെടികളാണ്. അതിന്റെ ഉപയോഗം കൂട്ടുക എന്നുള്ളതാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമുക്ക് നേരിടാൻ പറ്റും. പിന്നെ പകർച്ചവ്യാധികളെയും അതിനെപ്പറ്റിയുള്ള അറിവുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. നമ്മളിപ്പം കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കൈകാലുകൾ ശരീരം ശുചിയാക്കി വെക്കുക എന്നുള്ളത്, ശുദ്ധിയാക്കി വെക്കുക എന്നുള്ളത്. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന തരത്തിലുള്ള ആഹാരങ്ങളും വെള്ളങ്ങളും അങ്ങനത്തെ ഫുഡ്സും ഡ്രിങ്ക്സും അവർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ആ വ്യത്യാസം മനസ്സിലാകും. കോവിഡ് സമയത്ത് നമ്മൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ വീണ്ടും അത് മറന്നുപോയി തുടങ്ങിയിരിക്കുന്നു. അതൊരു ശീലമാക്കി മാറ്റാം. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരികയാണ്, അതിനൊരു ഇളയ കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് കുഞ്ഞുങ്ങളെ എടുക്കുന്ന പ്രവണത നമ്മൾ കൊറോണ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും കൊറോണ പോയല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അവർ വീണ്ടും വന്ന് കുട്ടികളെ ഒക്കെ അങ്ങനെ, അതൊക്കെ ഭയങ്കര അപകടമാണ്. കാരണം കുറെ പേരുടെ കൂടെ നമ്മൾ ഇടപഴകി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അത്രയും ഒരു അണുക്കളെ കൊണ്ടാണ് നമ്മൾ വരുന്നത്. പുറത്ത് പോയിട്ട് വരുമ്പോൾ കുളിച്ചിട്ട് മാത്രം ആ ഡ്രസ്സ് മാറ്റി വെക്കുക. അതൊക്കെ നമ്മൾ എല്ലാ കാലത്തും ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത പുതിയ രൂപമാറ്റം സംഭവിച്ച വൈറസിന് വരാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുകയാണല്ലോ. നമ്മൾ ഈ വേനൽക്കാലത്ത് ഒഴിവാക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉച്ചയ്ക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. യാത്രകളൊക്കെ ഒഴിവാക്കുന്നത്, ഇപ്പോൾ ബൈക്കിൽ പോകുന്നത്, സ്കൂട്ടറിൽ പോകുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ വെയില് പണ്ടത്തെ പോലെ നല്ലതല്ല. അപ്പം അത് സൂര്യതാപം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ്. അവർ തലകറങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. അസംബ്ലീസിലൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ടീച്ചേഴ്സ്. ഇപ്പൊ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടും അതിന് കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഈ പറയുന്ന സൂര്യതാപത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എരിവിന്റെ ഉപയോഗം, ഉപ്പിന്റെ ഉപയോഗം, പുളിയുടെ ഉപയോഗം കുറയ്ക്കുക. അച്ചാർ ഇത് വളരെയധികം കുറയ്ക്കണം. ഭയങ്കര സ്പൈസി ഫുഡ് കഴിക്കരുത്. എയറേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കുക. പിന്നെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന എല്ലാം തന്നെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുക. അത് സംബന്ധമായ അസുഖങ്ങൾ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. തുമ്മല്, പനി എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പിടിപെടാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ജനറലി നമ്മൾ അങ്ങനെ മരുന്നുകളായിട്ട് കൊടുക്കുന്നില്ല. ഓരോരുത്തരും ഓരോ പ്രകൃതിയാണ്. അത് നിങ്ങൾ കൃത്യമായി വൈദ്യനെ തന്നെ കണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ടാണ് അത് ചെയ്യേണ്ടത്. അവരുടെ ദേഹബലം നോക്കിയിട്ട്, അവരുടെ ബോഡിയുടെ സ്ട്രെങ്ത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മരുന്നുകൾ. നമ്മളിപ്പോ ഈ ചൂട് കാലത്ത് നമ്മൾ പലരും രാത്രി കുളിക്കും, രാവിലെ കുളിക്കും, ഉച്ചയ്ക്ക് ചൂട് കൂടുതലാ വിയർത്തു എന്ന് പറഞ്ഞ് പിന്നെയും കുളിക്കും, രാത്രിയാകുമ്പോൾ ഒന്നും കൂടി കുളിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും AC ഇട്ടിട്ട് ഫാൻ ഇട്ടിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കില്ലേ? അതെ, തീർച്ചയായും. പെട്ടെന്ന് പുറത്തുനിന്ന് വന്നിട്ട് കുളിക്കുന്നതല്ല. ഒന്ന് നമ്മുടെ ശരീരം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം കുളിക്കുക. പെട്ടെന്നുള്ള റെമഡീസിലാണ് നമ്മൾ എപ്പോഴും ഈ ചൂടും തണുപ്പും അല്ലേ, നമ്മൾ ഒരു താൽക്കാലികമായ ശമനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ
ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്നാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഉള്ളിൽ തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പുറമെ എത്ര തണുത്ത വെള്ളം ഒഴിച്ചാലും ബോഡി ഹീറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജഷനെയും മറ്റുള്ള അസുഖങ്ങളെയും ഒക്കെ അത് ബാധിക്കും. ഈ പറയുന്ന ചൂട് കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോഴും ഒരുപാട് തണുത്ത വെള്ളത്തിൽ കുളിക്കാതെ ശ്രദ്ധിക്കുക. തലയിലും ഒരുപാട് തണുപ്പ് തട്ടാതെ നോക്കുക. ഈ പറയുന്ന അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ചൂട് ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെടികൾ വെച്ചിട്ട് ഭൂമി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം. അപ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ ഇത്ര മരം നടണം എന്ന് പറയുന്നത് പോലെ തന്നെ രോഗപ്രതിരോധത്തിനാണ് ആയുർവേദം നമ്മൾ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന അസുഖങ്ങൾ ഈ പറയുന്ന മലേറിയ, ടൈഫോയിഡ്, ജോണ്ടിസ്, TB, ഹെപ്പറ്റൈറ്റിസ് ഒക്കെയാണ്. പിന്നെ ആസ്മ, അലർജി, ചിക്കൻ ബോക്സ്, നേരത്തെ പറഞ്ഞ ഹെർപ്പിസ് ഒക്കെയാണ്. ഇതെല്ലാം ഗ്ലോബൽ വാർമിംഗ് കാരണമാണ്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുക. അല്ലെ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും അല്ലെ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പ്രകൃതിയോട് സഹകരിച്ചു പോവുക എന്നുള്ളൊരു മാത്രം മതി. അതെ, ഈ ആഗോളതാപനം കൊണ്ട് കൂടുതൽ ചൂട് കാറ്റുണ്ടാവുന്നുണ്ട്, മരുഭൂമികൾ വർദ്ധിക്കുന്നുണ്ട്, കടലിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും വെള്ളം കൂടുതലായി ബാഷ്പീകരിക്കപ്പെടുന്നുണ്ട്, കൂടുതൽ വരണ്ട കാലാവസ്ഥയും അന്തരീക്ഷത്തിൽ കൂടുതൽ മേഘത്തിന്റെ രൂപീകരണം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ മഴയുടെ സമയം മാറും. ഇതെല്ലാം കാരണം പിന്നെ മഴയുടെ തോത് കുറയുന്നുണ്ട്, വേനലിന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാത്തിലും ഉപരി മനുഷ്യരുടെയും ഈ പറയുന്ന ജന്തുജാലങ്ങളുടെയും ഒക്കെ ഒരു ശരീര ബലത്തിനെ അത് ബാധിക്കുന്നുണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കി മാറ്റുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്തും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതിനെ പറ്റിയുള്ള തെളിവുകൾ ചാൾസ് ഡേവിഡ് കീലിംഗ് എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്, കീലിംഗ് കർവ് എന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ തടയണമെങ്കിലും ഭൂമി കുറച്ചും കൂടെ വൃക്ഷലതാദികൾ കൊണ്ട് നമ്മൾ സമൃദ്ധമാക്കണമെന്നാണ്. ഔഷധ സസ്യങ്ങളുടെ തന്നെ അളവ് കൂട്ടണം. പിന്നെ രോഗപ്രതിരോധത്തിന് പ്രാധാന്യം നൽകുന്ന ആയുർവേദ ഔഷധങ്ങൾ വേണം നമ്മൾ വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ. എങ്ങനെ പറഞ്ഞാലും ആയുർവേദം ഒരു ആരോഗ്യ രക്ഷാക്രമം എന്നതിന് പുറമെ മനുഷ്യ ജീവിതത്തെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതിനെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. അത് മാത്രമാണ് പ്രതിവിധി. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് എത്ര അകന്നാലും ആരോഗ്യം അത്ര തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് നമ്മൾ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുന്നതും ഈ ഒരു സമയത്ത് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. കാരണം നമ്മൾ പണ്ടുള്ള ആഹാരങ്ങളൊന്നും ഇപ്പൊ കഴിക്കുന്നില്ല. കുട്ടികളെ പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ആഹാരങ്ങളൊന്നും അവർക്കിപ്പോ വേണ്ട. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വന്ന് പഴമയിലേക്ക് കുറച്ചും കൂടെ കൊണ്ടുപോയാൽ എന്തെങ്കിലും പോലെയുള്ള ഈ ഒരു സമയത്ത് മോര് ദഹനശക്തി കൂട്ടുന്ന ആഹാരങ്ങൾ കൊടുക്കുക. അവർക്ക് തന്നെ മനസ്സിലാവണം ഇത് കഴിച്ചാൽ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. കുട്ടികളുടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യം വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെയാണ് ഇത് അഫക്ട് ചെയ്യുന്നതുള്ളതുകൊണ്ടാണ്. അപ്പം അവർക്ക് തന്നെ തോന്നണം ഇത് കഴിക്കുമ്പോൾ എനിക്ക് മോഷൻ കറക്റ്റ് ആവുന്നുണ്ട്, എന്റെ ദാഹം കുറയുന്നുണ്ട്, എനിക്കിത് കുടിക്കുമ്പോൾ കുഴപ്പമില്ല, എന്റെ ആരോഗ്യസ്ഥിതി കൂടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ അവര് മറ്റുള്ള എരിവ്, പുളി അതെല്ലാം കുറച്ചോളും. എന്റെ വയറിന് ഇത് പ്രശ്നമാകുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതാണ് നമുക്ക് അങ്ങനെയൊക്കെ അവരെ ബോധവൽക്കരിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പാനീയം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ത് പറയും? ഞാൻ ഇളനീര്, മോര് ഇത് രണ്ടും, പിന്നെ അവരെ കുളിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമ്മൾ ഈ നാൽപ്പാമരപ്പട്ട, ആര്യവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം കുളിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തിളപ്പിച്ച് ആറിയിട്ട് അവരുടെ തലയ്ക്കുണ്ടാവുന്ന ചൂടിനും പുകച്ചിലിനും ഒക്കെ ഇത് നല്ലതാണ്. നറുനീണ്ടി കൊടുക്കാം. അവർക്ക് മധുരം ഉള്ളത് കൊണ്ട് നറുനീണ്ടി അവർ കുടിച്ചോളും. ആഹാരങ്ങളിലും അങ്ങനെ ദ്രവാംശം കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക. വേനൽക്കാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ ഹരിത നമുക്ക് പറഞ്ഞു തന്നത്. ഒരു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക, അതാണ് നമുക്ക് ഈ വേനൽക്കാലത്ത് ചെയ്യാനുള്ളത്. നിറയെ വെള്ളം കുടിക്കുക. താങ്ക് യു ഡോക്ടർ. ഓക്കെ ചേച്ചി, താങ്ക് യു. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.